നമുക്ക് ചെയ്താലോ? മാർച്ച് 10 അല്ലെങ്കിൽ മാർച്ച് 12, 13 നമുക്ക് ആൽബം ചെയ്താലോ? നേരത്തെ ചെയ്യാം, ചെയ്തു വെക്കാം. അങ്ങനെ ചെയ്താലോ? മാർച്ച്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രേണു സുധി വെള്ളപൂശാനാണോ അല്ലെങ്കിൽ വരുന്ന പുതിയ ആൽബത്തിൻ്റെ റീച്ച് കൂട്ടാനാ വേണ്ടിയിട്ടാണോ എന്താണെന്നറിയില്ല, രേണു സുധി ഭയങ്കര നന്മമാരായിട്ട് എന്നെ ഞാൻ ചതിക്കപ്പെട്ടു, വളരെ മോശമായ വസ്ത്രങ്ങളോട് ധരിക്കാൻ പറഞ്ഞു. അതെനിക്ക് ധരിക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാറില്ലല്ലോ. എൻ്റെ ശരീരഭാഗങ്ങളൊന്നും തന്നെ ഞാൻ പുറത്ത് കാണിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് മീഡിയാസിൻ്റെ മുന്നിൽ തുറന്നു പറഞ്ഞുകൊണ്ട് രേണു സുധി എത്തി. എന്നാൽ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഡയറക്ടറും എത്തി. ഡയറക്ടർ ഒറ്റക്കല്ല, ഡയറക്ടറിൻ്റെ കുടുംബം അടച്ചെത്തിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ രണ്ടും കണക്കാണ്. രേണു സുധിയെ ഇങ്ങനൊരു ആൽബത്തിൽ വിളിച്ച അവനും കണക്കാണ്, ഇങ്ങനൊരു ആൽബം പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യുന്ന അവൻ അതിലും വലിയ കണക്കാണ്. അവനതിലും വലിയ കോഴിയാണ്, അല്ലെങ്കിൽ ചെറ്റയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ രണ്ട് ചെറ്റകളുടെ തുറന്നു പറച്ചിലാണ് കേട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം. ഇത് മാത്രമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു വിഷയം. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബാക്കിയുള്ള അപ്ഡേറ്റ്സുകളെല്ലാം വീഡിയോയുടെ അവസാനം ഉണ്ടാകും. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പുള്ളവരൊക്കെ ആണെങ്കിൽ ഹൈപ്പൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ രേണു സുധിയുടെ തുറന്നു പറച്ചിൽ എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. സത്യം പറഞ്ഞാലുണ്ടല്ലോ, രേണു സുധി മാത്രമൊന്നും പറയുന്നില്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേരുള്ള കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വന്ന് തകർത്ത് അഭിനയിച്ച് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. രേണു സുധി എന്ന് പറയുന്ന വിഷയം എടുക്കുമ്പോൾ രേണു സുധിയുടെ നന്മമരം കളി നമുക്കൊന്ന് ആദ്യം കേൾക്കാം. രേണു സുധിയെ ഷൂട്ടിന് വേണ്ടിയിട്ട് വിളിക്കുന്നു. രേണു സുധിയെ വിളിക്കുന്നുണ്ടെങ്കിൽ രേണു സുധി ഭയങ്കര അഭിനയ പ്രതിഭയായതുകൊണ്ടൊന്നല്ല. നമുക്കറിയാമല്ലോ, രേണു സുധി എന്തും അഭിനയിക്കും, ഏത് വസ്ത്രവും ധരിക്കും, എങ്ങനെ ഇഴുകിച്ചേർന്നു അഭിനയിക്കാൻ രേണു സുധി തയ്യാറാണ്. അതുകൊണ്ട് മാത്രമാണ് രേണു സുധിക്ക് ഇത്രമാത്രം ആൽബത്തിൽ അഭിനയിക്കാനുള്ള ഓഫറുകൾ കിട്ടുന്നത്. നിങ്ങൾ പറയല്ലേ, അല്ലെങ്കിൽ രേണുവിനേക്കാളും നന്നായിട്ട് അഭിനയിക്കുന്ന എത്ര ആൾക്കാരുണ്ട്, എത്ര പേരുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത അവസരങ്ങളാണല്ലോ ഈ രേണുവിന് കിട്ടുന്നത്. തീർച്ചയായിട്ടും രേണുവിന് കിട്ടുകയാണെങ്കിൽ രേണുവിൻ്റെ സുഹൃത്തുക്കളായ 2-3 യൂട്യൂബേഴ്സ് ഉണ്ട്, അവർ വന്ന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കും. പിന്നെ സഹോദരന്മാരുണ്ട്, യൂട്യൂബേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും രേണുവിൻ്റെ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറയ്ക്കും. അങ്ങനെ രേണുവിൻ്റെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടും എന്നറിയാവുന്നത് കൊണ്ടൊക്കെ തന്നെയാണ് എല്ലാവരും രേണുവിനെ വിളിക്കുന്നത്. അല്ലാണ്ട് രേണുവിനെ അഭിനയിക്കാൻ അറിയാവുന്നില്ല, രേണുവിൻ്റെ എന്തെങ്കിലും ഒരു ഫീലിങ്സ് അഭിനയിക്കുന്നത് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിരുന്നു, നമുക്ക് ചിരി വരും. ചില സീനൊക്കെ കാണുമ്പോൾ എന്തൊരു ഇതൊക്കെ ഇങ്ങനെ സാധിക്കുന്നതെന്ന് പലപ്പോഴും തോന്നിപ്പോവാറുണ്ട് അല്ലേ. അങ്ങനത്തെ ഒരു അഭിനയമാണ് രേണുവിൻ്റെ. എന്നിട്ടും രേണുവിനെ ഇങ്ങനെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തുള്ള സീനുകൾ കാണാനായിട്ട്, അല്ലെങ്കിൽ കാണാൻ ആൾക്കാരും ഉണ്ട്, അഭിനയിക്കാൻ രേണു റെഡിയുമാണ്. അതുകൊണ്ടാണ് രേണുവിനെ വിളിക്കുന്നത്. ആദ്യമായിട്ടല്ല രേണുവിനെ ഇങ്ങനൊരു സീനിലേക്ക് വിളിക്കുന്നത് എന്നുള്ള സത്യം രേണു ആദ്യം മനസ്സിലാക്കുക. സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട്, മീഡിയാസിൻ്റെ മുന്നിൽ വന്ന് വലിയ നന്മമരം കളിക്കുമ്പോൾ ഒന്നും ബാക്കോട്ട് ആലോചിച്ച് നോക്ക്. നമുക്ക് രേണുവിൻ്റെ നന്മമരം കളി നമുക്കൊന്ന് കേൾക്കാം. ആ പാട്ടൊന്ന് അയച്ചു തരുമോ മാഷെ? ഞാനത് കേട്ടിൽ നല്ല ഭംഗിയത് കേൾക്കണം. അയച്ചു തരുമോ? നമുക്ക് ആ പാട്ടൊന്ന് അയച്ചു തരുമോ മാഷെ? ഞാനത് കേട്ടിൽ നല്ല ഭംഗിയത് കേൾക്കണം. അയച്ചു തരുമോ? മാർച്ച് 15 പോയി. മാഷെ നമുക്കൊരു ഓഫർ തന്നു, ഒരു ഡയറക്ടറെ നമ്മൾ വിളിക്കുക കേട്ടോ. സർ എന്നൊക്കെ ആയിരിക്കും നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്, കാരണം നമുക്ക് ഒരു വർക്ക് തന്നിരിക്കുകയാണ്. രേണു മാഷെ എന്നൊക്കെ വിളിച്ച് അത്രയ്ക്ക് ക്ലോസ് ആയതുകൊണ്ടായിരിക്കും അല്ലേ. മാർച്ച് 15 അതിന് മുന്നേ നമുക്ക് ചെയ്താലോ? മാർച്ച് 15 ഒരു 10, 11 നമുക്ക് ചെയ്താലോ? മാർച്ച് 10 അല്ലെങ്കിൽ മാർച്ച് 12, 13 നമുക്ക് ആൽബം ചെയ്താലോ? നേരത്തെ ചെയ്യാം, ചെയ്തു വെക്കാം. അങ്ങനെ ചെയ്താലോ? മാർച്ച് 12, 13 ചെയ്താലോ? 12, 13 2 ദിവസം ഫൈനലിന് വന്ന് 12, 13 ഒന്ന് മാസം ഒന്ന് കൺഫേം ആയിട്ടൊന്ന് പറയുമോ? ഞാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഞാൻ എറണാകുളത്താ. നമുക്ക് ആൽബം ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യണം. പ്രമോഷൻസിന്റെ ടൈം ആകുമ്പോ, ഷൂട്ടിന്റെ ടൈം ആകുമ്പോ ഞാൻ തന്നെ ചേട്ടകയിലെ നമ്പർ തരാം, മീഡിയക്കാരുടെ നമ്പർ. ചേട്ടൻ വിജയേട്ടൻ എന്തിനാ അതൊക്കെ ഡിലീറ്റ് ആക്കിയത്? ഞാൻ നല്ല തിരക്കായിരുന്നു കേട്ടോ, ഞാൻ എറണാകുളത്താ. നമുക്ക് ആൽബം ചെയ്യണം കേട്ടോ, നന്നായിട്ട് ചെയ്യണം. പ്രമോഷൻസിന്റെ ടൈം ആകുമ്പോ, ഷൂട്ടിന്റെ ടൈം ആകുമ്പോ ഞാൻ തന്നെ ചേട്ടകയിലെ നമ്പർ തരാം, മീഡിയക്കാരുടെ നമ്പർ. ചേട്ടൻ തന്നെ കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. ഞാൻ വേറെ ഇല്ല. നമുക്ക് പ്ലാൻ ചെയ്യാം. ആൽബം അല്ലേ, പ്ലാൻ ചെയ്തോളൂ. നമുക്ക് പ്രതീക്ഷനാക്കിയാലോ? പ്രതീക്ഷ ഞാൻ കുറെ നാളായിട്ട് അഭിനയിക്കുന്നില്ല, പ്രതീക്ഷനാക്കിയാലോ?
ത്തിൽ ഇങ്ങനെ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെയാണ്. നായിക രേണു തന്നെയാണ്. അപ്പോൾ രേണുവിന് ആഗ്രഹം പ്രജീഷിൻ്റെ കൂടെ അഭിനയിക്കാനാണ്. പ്രജീഷിനാക്കിയല്ലോ, പക്ഷേ ഈ പുള്ളി തന്നെയാണ് അഭിനയിക്കണം എന്നുള്ള കാര്യം മാഡം അറിഞ്ഞില്ല. മാഡം എല്ലാത്തിനും റെഡിയായിരുന്നു. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഇൻറ്റിമേറ്റ് സീൻ ഉണ്ടോ, അതൊന്നൊരു പ്രശ്നമില്ല. എന്താണ് മാഷേ, ഞാൻ എന്തിനു റെഡി, പ്രജീഷാണെന്ന് കരുതി. പിന്നെയാണ് ട്വിസ്റ്റ്, പ്രജീഷല്ല, നായകൻ ഈ പുള്ളി തന്നെയാണ്. ഓ, അതിൻ്റെ കൂടെ എനിക്ക് പറ്റൂല. രേണു അങ്ങോട്ട് വിധം മാറ്റി. നോക്കാം. താമരശ്ശേരി എത്തും വെളുപ്പിന് വന്നിട്ട് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഉച്ചയ്ക്ക് തുടങ്ങാം ഷൂട്ട്. അതേ നടക്കത്തുള്ളൂ. എല്ലാം ക്ലിയർ ആക്കണം. പിന്നെ എന്തൊക്കെയാ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ ഒന്ന് പറയണം. എന്റെ ഡ്രസ്സെല്ലാം പോയി എയർപോർട്ടിൽ. പക്ഷേ എന്റെ ഫ്ലൈറ്റ് ക്യാൻസൽ ആണ്. ഞാൻ ആകെ പെട്ടിരിക്കുവാണ്. നമുക്ക് ചിലപ്പോൾ ഷൂട്ടിന്റെ ഡേറ്റ് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എന്തായാലും അറിയിക്കാവേ. ഞാൻ ഇപ്പോഴും ദുബായിലാണ്. അത് ഉത്തരവാദിത്വം. നമ്മൾ ഫ്ലൈറ്റ് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു, ഉച്ചയ്ക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാം. സാധാരണ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സൊക്കെയാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നേരത്തെ തിരിച്ചറിയണമാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്. എന്നാൽ ഫ്ലൈറ്റ് മിസ്സായി. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും രേണുവിന് വരാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് വിളിച്ചറിയിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. രേണു അത് വിളിച്ചോ, പറഞ്ഞു പറ്റൂല മാഷേ, എൻ്റെ ഫ്ലൈറ്റ് പോയി മാഷേ. ഞാൻ ആകെപ്പാട് ഭയങ്കര ടെൻഷനിലിരിക്കും. എനിക്ക് ഇന്ന് വരേണ്ട ഫ്ലൈറ്റ് അത് ക്യാൻസലായി. ഞാൻ ഭയങ്കര സങ്കടമാണ്. ആകെ ടെൻഷനിലാണ്. അവര് മാക്സിമം നോക്കിക്കൊണ്ടിരിക്കാൻ ഞാൻ മാഷിനോട് പറയാം. സത്യമായിട്ടും ആകെ ടെൻഷൻ, എല്ലാം ക്യാൻസൽ ആവും. എനിക്ക് ഒരു സമാധാനമില്ല മാഷെ. ഞാൻ മെസ്സേജ് അയക്കാട്ടും. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പം മിനിറ്റിന് വിളിച്ച് പറയണമെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നമുക്ക് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കും, അല്ലേ? അല്ലെങ്കിൽ ഒരുപക്ഷെ നല്ലൊരു സുഹൃത്തായതുകൊണ്ടായിരിക്കാം, എന്തോ ആയിക്കോട്ടെ, നല്ലൊരു കണക്ഷൻ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ കാര്യം അപ്പം വിളിച്ച് പറയുന്നത്, അല്ലേ? അപ്പോൾ രേണുവിന് ഈ ഡയറക്ടറുമായിട്ട് എന്തോ ഒരു വലിയൊരു കണക്ഷൻ ഉണ്ട് രേണുവിന്. ഇപ്പം രേണു എന്ന് പറഞ്ഞു അയാൾ മോശമായിട്ട് അയാളുടെ ഭാര്യയും ബാക്കിയുള്ളവരൊക്കെ കൂടി എന്നോട് നിർബന്ധിച്ചു മോശം വസ്ത്രം ധരിക്കാൻ പറഞ്ഞു, പിന്നെ ലിപ് ലോക്ക് പറഞ്ഞു. അങ്ങനെ ഓരോന്ന് സീനുകളൊക്കെ എന്നോട് അവിടെ വന്നിട്ടാണ് പറഞ്ഞത് എന്നൊക്കെയാണ് പറയുന്നത്. ഒരുപക്ഷെ അങ്ങനത്തെ സീനുകളൊക്കെ ആ സമയത്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷേ രേണുവിന് വസ്ത്രങ്ങൾ കാണിച്ചു കൊടുത്തില്ല, മോശം വസ്ത്രമായിരുന്നു എന്നൊക്കെ രേണു പറഞ്ഞത് വെറുതെ പച്ചക്കള്ളാണ്. കാരണം ഓൾറെഡി രേണുവിന് അത് അയച്ചു കൊടുത്തിട്ട് ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇതാണ് വസ്ത്രങ്ങൾ. തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം. കംഫോർട്ടബിൾ ആണെങ്കിൽ എനിക്ക് ഈ ഡ്രസ്സിനകത്ത് ചെയ്യാൻ പറ്റൂല തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം. കംഫോർട്ടബിൾ ആണെങ്കിൽ ഇടാം. എനിക്ക് ഈ ഡ്രസ്സിനകത്ത് ചെയ്യാൻ പറ്റൂല തന്നെയാണ് ഞാൻ ബഹളം. ആ വ്യക്തി വളരെ വ്യക്തമായിട്ട് ആ ഫോട്ടോസ് ആകിയത് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് നമ്മൾ തൽക്കാലത്തേക്ക് വെച്ചിരിക്കുന്നത്, തൽക്കാലത്തേക്ക് സാമ്പിൾ, അത് കഴിഞ്ഞിട്ട് വേറെ വരും എന്നുള്ളത് അതൊന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ധരിക്കാം. ഈ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ രേണുവിന് അറിഞ്ഞൂടെ എന്ത് സീനായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളത്. നൈറ്റ് ഡ്രസ്സാണ്. നമ്മൾ എന്തായാലും നോക്കാം. തൽക്കാലത്തേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂം. കംഫോർട്ടബിൾ ആണെങ്കിൽ ഇടാം. നോക്കാം. താല്പര്യമുണ്ട്. അങ്ങനെ ചാറ്റുകള് അഡ്രസ് അയച്ചു കൊടുത്തേ ചേച്ചി, ഇങ്ങോട്ട് അയച്ചു തരാന്ന് പറഞ്ഞു. ഞാൻ ഇട്ടിട്ട് എനിക്ക് ഷേപ്പ് ചെയ്ത് കംഫോർട്ടബിൾ ആണ് ഇടാന്ന് പറഞ്ഞു. അതേപോലെ ഈ ഒരു ഒറ്റ ചാറ്റിനകത്ത് അയാള് ലിപ് ലോക്കിന്റെ കാര്യമോ അല്ലെങ്കിൽ സീൻ എന്നോട് വിവരിച്ചൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. സീൻ പറഞ്ഞിട്ടേ ഇല്ല അയാള്. ഈ കടിക്കുന്നതും അല്ലെങ്കിൽ ഈ എന്താ പറയാ മുന്തിരി വയറിനകത്ത് വെച്ചിട്ട് മുകളിൽ വെച്ചിട്ട് കടിക്കുന്നതും അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളിനകത്ത് ചാടുന്നതും ഒന്നും ഞാൻ കേട്ടിട്ടുമില്ല. എന്നോട് അയാൾ പറഞ്ഞിട്ടുമില്ല ചേച്ചി. പിന്നെ ആ ചെരുപ്പിന്റെ ഇഞ്ച് കണക്കിനൊന്നും പറയാമോ? അത് ഈ 36 എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ കിട്ടില്ല. ഏതാ ഇഞ്ച് എന്ന് പറ, അപ്പൊ ഓൺലൈനിൽ എടുക്കാനും ഇതൊന്നും പറയോ? ഇത് ചെരുപ്പിന്റെ ഇവനൊക്കെ ഏത് മണ്ടനാണ് ഇഞ്ച് കണക്കിന് പറയാം. 36 എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നില്ലെന്ന് ബോധമില്ലാത്തവനാണ് ആൽബം ഡയറക്റ്റ് ചെയ്യാൻ വന്നേക്കണേ. അപ്പോൾ രേണുവിന് ഡ്രസ്സ് അയച്ചു കൊടുത്തു, രേണുവിൻ്റെ അഡ്രസ്സ് അയച്ചു കൊടുത്തു. ഡ്രസ്സ് അവിടെ വന്നു, ഇട്ട് നോക്കി. രേണുവിൻ്റെ ഡ്രസ്സ് കംഫർട്ടബിൾ ആണെങ്കിൽ ഇടാം എന്നാണ് പറയുന്നത്. ആ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ രേണു പറയായിരുന്നു എനിക്കിത് ഇടാൻ പറ്റില്ല എന്ന് രേണുവിന് വേണമെങ്കിൽ പറയായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സുകൾ. പക്ഷേ രേണു അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല രേണുവിന് ഇടാൻ, അല്ലേ? സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നവർക്ക് ഇതിലും ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ട് തന്നെയാണ് രേണു ഗുഡ് നൈറ്റ് പറയുന്നത്. അപ്പോൾ പിന്നെ രേണുവിന് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ കണ്ടിട്ടായിരിക്കും ആ പുള്ളി സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. ആ പുള്ളി രേണുവിന് ഇങ്ങനത്തെ ഇത് രാത്രി വീഡിയോയിൽ ഗുഡ് നൈറ്റ് പറയുന്നത് ഇത്രയും ലക്ഷങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സൊക്കെ ഇട്ട് എൻ്റെ ആൽബത്തിൽ അഭിനയിച്ച എൻ്റെ ആൽബം റീച്ച് ആവില്ലേ?
ഇന്ന് സ്വാഭാവികമായിട്ടും ആ വ്യക്തി ഒരു പക്ഷക്കാരത് കാണുമായിരിക്കും അല്ലേ. ഇത് ചോദിച്ചു വാങ്ങിയതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് നന്മമരം കളിക്കുന്ന രേണു നന്മമരം കളിക്കാനുള്ള ഒരു യോഗ്യത രേണുവിനില്ല. അത് എത്ര പിന്നെ ഇഞ്ചാണ്? എന്ത് ബോധമില്ലാത്തവനാണോ? 3 ഇഞ്ചാണോ 4 ഇഞ്ചാണോ 6 ഇഞ്ചാണോ? നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നതുകൊണ്ട് ആ സാധനം എത്താനുള്ള ഒരു സമയം നമുക്ക് ഷൂട്ട് കഴിഞ്ഞ ടൈമിൽ സാധനം എത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ പാൻസിന്റെ സൈസ് എത്രയാണ്? അരയുടെ സൈസ്. ഇയാൾ ഇതിനകത്തൊന്ന് സീൻ വിവരിച്ച് തന്നിട്ടില്ല. കുടുങ്ങി ആൽബല്ലേ ദാസേട്ടൻ രേണുസുതി അവർ വെച്ച് കഴിഞ്ഞ പ്രോജക്റ്റ് ചെയ്താ. ഇപ്പൊ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട് വെണ്ണില എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഷൂട്ട് 6-ാം തീയതി 7-ാം തീയതിയാണ്. ഏപ്രിൽ 6-7 ഈ വരുന്ന 6-ാം തീയതി 7-ാം തീയതി. അപ്പൊ അത് കക്കാടംപൊയില് പൊറായി എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനെ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം ഇന്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോജക്റ്റ് പോലെയല്ല, ഇത് കണ്ടറിഞ്ഞ് റിലീസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറുപടി പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു പൂൾ സീനുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാവോ? അത് ഞാൻ ബിക്കിനി ഇടത്തില്ലെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് ബിക്കിനി തന്നെയാണ്, ബിക്കിനിയുടെ വേറൊരു വേർഷനാണ്. അപ്പൊ ഞാൻ ഇത് ഇടാനുള്ള ഒരു ഇതില്ല. സംഭവം ബിക്കിനി അല്ല, മോണോക്കിനാണ്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച താഴത്ത് ഒരു ഷാളാക്കാം എന്നാ വിചാരിച്ചു. ഇതിലുള്ള പിക്ചർ അങ്ങനെ തന്നെ ഇട്ടുന്നേ ഉള്ളൂ. താഴത്ത് ഒരു ഷാളാവുമ്പോൾ അത് 3ആയിട്ട് മടക്കുമ്പോൾ കുറച്ചുകൂടി ലെങ്ത്തിൽ കിട്ടും. പക്ഷെ ഈ പറഞ്ഞ പോലെ മുകളത്തെ പീസ് ഇച്ചിരി ചെറുതായി റെഡിയാ. ഇതോ ഇപ്പൊ ഇട്ട ഈ പിക്ചറോ? അഡ്രസ് ഒന്ന് പറയണേ. ഞാന് ഓൺലൈനിൽ ഡ്രസ്സ് ആ അഡ്രസ്സിലേക്ക് അയക്കാം. അപ്പൊ കൈപ്പറ്റാൻ പറ്റുന്ന അഡ്രസ് ഏതാണോ അത് പിൻകോഡ് അടക്കം എഴുതിയിടണേ. സെറ്റാണ്, പക്ഷെ ഇതിന്റെ പുറത്തൊരു കോട്ട് വേണം, മറ്റേ ഓവർകോട്ട് വേണം. അതൊക്കെയാണ്, ഇത് സെറ്റാണ്. നിങ്ങൾ തന്നെ അത് റെഡിയാക്കി. എനിക്കിത് എവിടെ ചെന്നാ മേടിക്കണമെന്നൊന്നും അറിയില്ല. പിന്നെ തല മുങ്ങണ്ടല്ലോ കൂളിന്ന്, എനിക്ക് പേടിയാണ്. ഓവർകോട്ട് വേണമെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഓവർകോട്ടത്തിന്റെ മുഴുവൻ മൂടി കോട്ട് വേണമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ഇത് കേൾക്കുമ്പോൾ രേണു പറഞ്ഞിട്ടുണ്ട് ഇന്ന ഡ്രസ്സുകൾ എനിക്ക് പറ്റൂല, ഇന്ന ഡ്രസ്സുകൾ വേണം എന്നൊക്കെ. ഇത് സ്വാഭാവികമായിട്ടും എല്ലാത്തിലും നടക്കുന്ന ഒരു സംഭവമാണ്. ഇതുപോലുള്ള സിനിമയിലും വരും, പല ആൽബത്തിലും വരാറുണ്ട്. അപ്പോൾ അത് അഭിനയിക്കുന്നവർ ഓൾറെഡി നേരത്തെ തന്നെ പറയും എനിക്കിത് പറ്റുമോ വേണ്ടയോ എന്നുള്ളത്. രേണു ഇത് ഡബിൾ മൈൻഡോട് കൂടിയിട്ട് നിന്നാൽ കൊള്ളാം, പക്ഷെ നാട്ടുകാരെന്തെങ്കിലും പറയോ എന്നുള്ളൊരിത്. നാട്ടുകാരൊക്കെ എന്തു പറയാൻ. അപ്പോൾ ഇതൊക്കെ ഇത്ര പബ്ലിക്കായിട്ട് മീഡിയാസിൻ്റെ മുന്നിൽ ഒന്ന് പറയേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണ്ട, ആ പ്രോജക്റ്റ് അവിടെ വെച്ച് നിർത്താം. നമ്മളോട് അപ്പോഴാണ് പറഞ്ഞെന്നുണ്ടെങ്കിൽ. പക്ഷേ നേരത്തെ തന്നെ സീനുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേണുവിൻ്റെ വോയിസാണ് ഇത് പുറത്ത് വന്നിരിക്കുന്നത്, രേണുവിൻ്റെ സൗണ്ടാണത്, എല്ലാം നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ സമയത്ത് രേണു വേണ്ടെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങൾ കൊടുക്കേണ്ടി വരും, സ്വാഭാവികം. എന്തായാലും ഇതൊരു പക്ഷേ ഒന്നില്ലെങ്കിൽ ആൽബം ഷൂട്ട് കഴിഞ്ഞോന്നറിയില്ല, കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെയെങ്കിൽ റീച്ചിന് വേണ്ടി കാട്ടിക്കൂട്ടുന്നതായിരിക്കാം, സ്വാഭാവികമാണ്. ഇപ്പം എത്ര പേര് കാട്ടിക്കൂട്ടുന്നു റീച്ചിന് വേണ്ടിയിട്ട്. ഹായ്, നമസ്കാരം. ഞങ്ങൾ ലൈന മ്യൂസിക് കുടുങ്ങി ആൽബല്ലേ ദാസേട്ടൻ രേണുസുതി അവർ വെച്ച് കഴിഞ്ഞ പ്രോജക്റ്റ് ചെയ്താ. ഇപ്പൊ ഒരു പുതിയ പ്രോജക്റ്റ് ഉണ്ട് വെണ്ണില എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഷൂട്ട് 6-ാം തീയതി 7-ാം തീയതിയാണ്. ഏപ്രിൽ 6-7 ഈ വരുന്ന 6-ാം തീയതി 7-ാം തീയതി. അപ്പൊ അത് കക്കാടംപൊയില് പൊറായി എന്ന് പറയുന്ന റിസോർട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ അതിനെ നിങ്ങളെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത്യാവശ്യം ഇന്റിമേറ്റ് സീനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോജക്റ്റ് പോലെയല്ല, ഇത് കണ്ടറിഞ്ഞ് റിലീസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അവർ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, മറുപടി പ്രതീക്ഷിക്കുന്നു. മീഡിയാസിനെ എല്ലാവരെയും വിളിച്ചു വരുത്തി റീച്ചിന് വേണ്ടി. ഇത് മനസ്സല്ലേ, ഞാൻ ഒരിക്കലും തള്ളിക്കളയുന്നില്ല. എന്റെ കയ്യിൽ ഞാൻ സ്വീകരിക്കും. കാരണം സുധിച്ച മക്കളാണ്. മാനിപ്പുലേറ്റിംഗ് അല്ലെന്ന് അവൻ തന്നെ പറഞ്ഞല്ലോ. പിന്നെ കരയാറില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അവനെ ഇടയ്ക്കിടയ്ക്ക് ഇമോഷണൽ ആകുന്നു. എന്നോട് പറയത്തില്ല, എന്തെങ്കിലും പറഞ്ഞ് കരഞ്ഞാലും ഞാൻ ചെന്ന് ആശ്വസിപ്പിക്കാൻ നോക്കി. ഇന്നലെ വൈകിട്ട് ഇങ്ങനെ കരഞ്ഞു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞപ്പം അമ്മ പറഞ്ഞു, സുധിച്ചേട്ടന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, സുധിച്ചേട്ടൻ ചെറുപ്പത്തിലേ ഇങ്ങനെ എന്ത് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് കരയുക. സുധിച്ചേട്ടൻ്റെ അമ്മക്ക് മനസ്സിലായി സുധിച്ചേട്ടൻ ഇടക്കിടക്ക് കരയെന്നുള്ള കാര്യം. രേണുവിൻ്റെ മകൻ കരയണ കാര്യം അറിയില്ല. കാരണം മകൻ്റെ കൂടെ നിൽക്കണം. ബിഗ് ബോസ് വീട്ടിൽ വെച്ചിട്ട് എനിക്ക് എൻ്റെ കിച്ചുവിനെ കാണാൻ കിച്ചപ്പാ എല്ലാവരും തപ്പാ കിച്ചു എന്ന് പറഞ്ഞ് കിടന്ന് മോങ്ങിയിട്ട് പുറത്ത് വന്നിട്ട് അവരുടെ കൂടെ ഒരു ദിവസം പോലും നിൽക്കാറുണ്ട്.
ഇറങ്ങി നടക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണ്. അവർ തൊഴിൽ വീട്ടിലിരുന്ന് നമ്മളാരും കൊണ്ട് പൈസ കൊടുക്കൂലല്ലോ, സ്വാഭാവികം. രേണു അഭിനയിച്ചോ? ഇതൊക്കെ രേണുവിൻ്റെ സുഹൃത്തുക്കളെ വെച്ചിട്ട് ചോദിപ്പിക്കുന്നതാണ്. രേണു എന്നത് പറഞ്ഞു മീഡിയാസിൽ സഹോദരങ്ങളുണ്ട്, ഇതുപോലെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരെയൊക്കെ ഉണ്ടൊക്കെ രേണു തന്നെ ചോദിപ്പിക്കുന്ന ചോദ്യങ്ങൾ. ഇതിനൊന്നും വാല്യൂ ഇല്ല. രേണു മതി, നിർത്ത്. എല്ലാവർക്കും മനസ്സിലായി. രേണുവിനെ വെളുപ്പിക്കാൻ വേണ്ടി രേണു തന്നെ സ്ക്രിപ്റ്റ് ഇട്ട് റെഡിയാക്കി കൊടുക്കുന്നു. പിന്നെ ഒരു ഷൂട്ട് നമുക്കൊരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കാൻ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ താമസിപ്പിക്കാം. നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നത് നമ്മളെ വെളുപ്പിക്കുന്ന ഈ യൂട്യൂബേഴ്സിൻ്റെ മൊത്തം റൂം എടുത്ത് കൊടുക്കണം. മെയിൻ താരമാണല്ലോ രേണു, അപ്പോൾ രേണുവിന് റൂം ഉണ്ടാവും. പക്ഷേ തൻ്റെ റൂമിൽ വേറൊരാൾ വേണം, അല്ലെങ്കിൽ വേറൊരാളുടെ റൂമിൽ തനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ വാശി പിടിച്ചതായിട്ടൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഫ്രണ്ട്സ് ഉണ്ട്, ഷൂട്ടിൻ്റെ സമയത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പോയി കറങ്ങി നടന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നൊക്കെ പുറത്ത് വരുന്നുണ്ട്. അതിന് തെളിവുകളൊക്കെ വരട്ടെ. തെളിവുകളൊക്കെ ഓരോരുത്തരും വരുന്നുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയതിൻ്റെ വിവരങ്ങളാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് ഇട്ടിരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ രേണു സുധീനെ വെളുപ്പിക്കുന്നവർ കുറേ പേരുണ്ട്, രേണു സുധീനെ കുറ്റം പറയുന്നവർ കുറേ പേരുണ്ട്. എൻ്റെ ഒരു അഭിപ്രായം രേണു സുധീൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റെന്നാണ്. രേണു എല്ലാം തുറന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സമ്മതിച്ചു. രേണു സുധീൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ആ ചെറുക്കൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അയാൾ രേണുവിനെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു, രേണു അയാളെ യൂസ് ചെയ്യാൻ ശ്രമിച്ചു. രണ്ടുപേരും കൂടി നമ്മളെ യൂസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം അവരുടെ ആൽബം പുറത്തിറങ്ങുമ്പോൾ അത് ഹിറ്റാവണം, അതിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തോ ഇവരൊക്കെ ഊടായ്പകളാണെന്നും ഭയങ്കര ഊടായ്പാണ്. ഏതൊരു കാര്യത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് രേണു സുധിയുടെ ഓരോരോ ശീലമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു വിവാദം ഉണ്ടാക്കുന്നു. ഇതൊരു കടിച്ചു കീറിയേക്കാളും കാറിൻ്റെ ഉള്ളിലുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ കാണണം. അയ്യോ ഭയങ്കരമായിട്ട്. ഞാനിങ്ങനെ ഇങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഇടൂല, ഞാൻ ഭയങ്കര ഡീസൻറ്റ്, ഞാൻ അങ്ങനത്തെ ഇതൊന്നല്ല. ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ്. നമുക്കറിയാം എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത്. ആ രേണു ആണ് ഇപ്പോൾ ഈ ഡ്രസ്സ് ഇടാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് കിടന്ന് പോകുന്നത്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, സബ്സ്ക്രിപ്ഷൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ രേണുവിന് കിട്ടും. അതേസമയം ഇതിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ രേണുവിനെ പറഞ്ഞ എമൗണ്ടല്ലേ കിട്ടുള്ളൂ. റീച്ച് കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾക്കല്ലേ വരത്തുള്ളൂ. രേണുവിന് എന്തായാലും ഫിക്സഡ് എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, ആ എമൗണ്ടേ കിട്ടത്തുള്ളൂ. പക്ഷേ രേണു ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് ഇങ്ങനത്തെ സീനിൽ അഭിനയിച്ചാൽ രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷനിലാണെങ്കിൽ രേണുവിന് പൈസ കിട്ടും. ഇതിനകത്താകുമ്പോൾ രേണുവിന് പൈസ കിട്ടില്ല, രേണുവിന് തിരിച്ചു ഗുണമൊന്നുമില്ല. പിന്നെ ഇതിന് ഞാൻ അഭിനയിക്കണേ എന്ന് കരുതായിരിക്കാം. എന്തായാലും നമുക്ക് നോക്കാം അതെന്താണെന്നുള്ളത്. ഇവരൊക്കെ ഉടായപ്പന്മാരാന്നേ. അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഗുരുമന്ത്ര അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ബ്ലാക്ക് റിംഗ് ഉണ്ടല്ലോ, ഈ ബ്ലാക്ക് റിംഗ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. കറുത്ത നിറമുള്ള ഒരു ക്രിസ്റ്റലാണ് കേട്ടോ ഇത്. മനഃശാന്തിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവറുള്ള ഒരു സ്റ്റോൺ ആണ്. സ്ട്രെസ് കുറയ്ക്കാനും ടെൻഷൻ കുറയ്ക്കാനും ആശങ്കകളൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എനർജി ഈ സ്റ്റോണിനുണ്ട്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്ത് നമ്മളിലേക്ക് ഒരു പോസിറ്റീവ് വൈബ് കൊണ്ടുവരുന്നു. പഴയ വിഷമങ്ങളൊക്കെ ഉണ്ടല്ലോ, പഴയ വിഷമങ്ങൾ, ഭയം, ദുഃഖം എന്നിവയൊക്കെ വിട്ടുമാറ്റാനായിട്ട് ഈ സ്റ്റോണിൻ്റെ പവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും നല്ലതാണ്. അതേപോലെ തന്നെ ജോലി ചെയ്യുന്നവർക്ക് ജോലി ഫോക്കസ് ചെയ്യാനും നമ്മുടെ ജോലിയിലുള്ള കഴിവ് നമ്മുടെ മെച്ചപ്പെടുത്താനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവറുള്ളൊരു സ്റ്റോണാണ്. ദൃഷ്ടിദോഷങ്ങളുള്ളവരൊക്കെ ഈ ഒരു റിങ് ധരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇത് അഡ്ജസ്റ്റബിൾ റിംഗ് ആണ്. ഏത് സൈസിലുള്ളവർക്കും നമുക്ക് ഈ ഒരു റിങ് ധരിക്കാം. വലിയൊരു കല്ലാണ് കേട്ടോ ഈ ഒരു റിങ്ങിൽ വെച്ചിരിക്കുന്നത്. പൈറേറ്റ് ഒരു സ്വർണ്ണ നിറമുള്ള ഒരു കല്ലാണ് കേട്ടോ. ഫൂൾസ് ഗോൾഡ് എന്നാണ് പൊതുവേ വിളിക്കുന്നത്. ഇതിന് ആത്മീയവും മാനസികവുമായ പല ഗുണങ്ങളുണ്ട്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാനായിട്ട് നമുക്കൊരു ധൈര്യം തരും. നെഗറ്റീവ് എനർജിയിൽ നിന്നും ദോഷകരമായിട്ടുള്ള ഊർജ്ജങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ അകറ്റി നമുക്കൊരു സംരക്ഷണം തരുന്ന ഒരു കല്ലാണ് കേട്ടോ പൈറൈറ്റ്. സമ്പത്തും വിജയവും ആകർഷിക്കുന്നു. അതിനോടൊപ്പം തന്നെ ധനം, സമൃദ്ധി, ഭാഗ്യം എന്നിവ നേടാൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് ഒരുപാട് ഉപകാരപ്രദമാണ്. ബിസിനസ് ചെയ്യുന്ന ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊരെണ്ണം വാങ്ങി കാലിലിട്ടോളൂ. ഇത് പെയറായിട്ടും ധരിക്കാം, സിംഗിളായിട്ടും ധരിക്കാം. ശരീരകാന്തിയും ഉത്സാഹവും വർദ്ധിപ്പിക്കുന്നു. ശരീരത്തിലെ എനർജി ലെവൽ കൂട്ടാനായിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ ഇത്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും ആങ്സൈറ്റി, സ്ട്രെസ് എന്നിവയൊക്കെ കുറയ്ക്കാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത് ഇടത് കാലിലിട്ട് ശരീരത്തിലെ പോസിറ്റീവ് എനർജി ആകർഷിക്കാം. സമ്പത്ത്, ഭാഗ്യം എന്നിവയൊക്കെ ആകർഷിക്കാനായിട്ട് ഇത് ഇടത് കാലിലാണ് ധരിക്കേണ്ടത്. ചിലരത് വലത് കാലിൽ ധരിക്കും. നമുക്ക് നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തോട്ട് കളയാനായിട്ട് ഇത് വലത് കാലിലും ധരിക്കുന്നവരുണ്ട്. രണ്ട് കാലിൽ ധരിക്കണമെങ്കിൽ രണ്ട് കാലിലും ധരിക്കാം, ഒരൊറ്റ കാലിൽ മതിയെങ്കിൽ അങ്ങനെയോ ആകാം. പണം, സക്സസ്, ഓപ്പർച്യൂണിറ്റി ഇവയൊക്കെ ആകർഷിക്കുന്ന ഒരു ക്രിസ്റ്റൽസിന്റെ ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു മാല അല്ലെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ്. സിട്രിൻ, പൈററ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗർ ഐ ഇതൊക്കെയാണ് ഈ ഒരു സ്റ്റോൺസ് ഒക്കെയാണ് ഇതിലൊരു കോമ്പിനേഷനായിട്ട് വരുന്നത്. വെൽത്ത് അട്രാക്ട് ചെയ്യാനായിട്ടാണ്. പണത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് ആകർഷിക്കാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും
ഇതൊരുപാട് സഹായിക്കുന്നുണ്ട്. കോൺഫിഡൻസ്, ഡിസിഷൻ മേക്കിംഗ്, ബോൾഡ് ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് വൈബ്സിൽ നിന്നും നെഗറ്റീവ് വൈബ്സ് നീക്കി പോസിറ്റീവ് എനർജി നൽകുന്നു. ലക്ക്, സക്സസ്, ഭാഗ്യം, വിജയം ഒക്കെ നമ്മളിലേക്ക് കൊണ്ടുവരുന്നു. സിട്രിൻ എന്ന് പറയുന്ന സ്റ്റോൺ ഉണ്ടല്ലോ, നമ്മുടെ പൈസയെയും സക്സസിനെയാണ് കേട്ടോ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ പൈറേറ്റ് വെൽത്തിനെയും പ്രൊട്ടക്ഷനെയും. പിന്നെ ഗ്രീൻ അവഞ്ചർ ഉണ്ട്, ഇത് ലക്കിനെയും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എത്തിക്കുന്നു. പിന്നെ ടൈഗർ ഉണ്ടല്ലോ, നമ്മുടെ കോൺഫിഡൻസ്, ആക്ഷൻ, ഇതൊക്കെയാണ് ഓരോ സ്റ്റോൺസും നമുക്ക് തരുന്ന പവർ. ഇതൊരുമിച്ച് മണി, മൈൻഡ് സെറ്റ് പ്ലസ് സക്സസ്, എനർജി, കോൺഫിഡൻസ് നൽകും. നിങ്ങൾ ഗുരുമന്ത്രയിൽ ഓർഡർ ചെയ്യുന്ന ഓരോ പ്രോഡക്റ്റും റേക്കി എനർജൈസിങ് കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടുള്ള ഒരു പാക്കിംഗ് സെക്ഷൻ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. വിഷ് ഓഫറിൻ്റെ മറ്റൊരു കോംബോയാണ് കരിങ്ങാലി ഫൈമുഖ രുദ്രാക്ഷത്തില് സിൽവർ കെട്ടിയ മാല, മറ്റൊന്ന് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്, മറ്റൊന്ന് കരിങ്ങാലി ബ്രേസ്ലെറ്റ്. നമുക്ക് ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ചാർജ് ചെയ്യാനായിട്ട് സെലനറ്റ് പ്ലേറ്റ്, ഇതായിരുന്നു കേട്ടോ മറ്റൊരു കോംബോ. ഇതൊരു കസ്റ്റമർ ഓർഡർ ചെയ്തിരിക്കുകയാണ്, നമുക്ക് പാക്ക് ചെയ്യാം. അതിരാവിലെ റേക്കി എനർജൈസിങ് കഴിഞ്ഞ് എൻ്റെ കയ്യിൽ കിട്ടിയത് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കസ്റ്റമർ ഉണ്ടല്ലോ ഓർഡർ ചെയ്യുന്ന സമയത്ത് അവരുടെ ആഗ്രഹങ്ങൾ പറയും, അല്ലെങ്കിൽ ആവശ്യങ്ങൾ പറയും. അത് ഞാൻ ഈ ഒരു ചെറിയൊരു സ്ലിപ്പിലായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കും. അത് കഴിഞ്ഞതാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്നില്ലേ, അത് റേക്കി എനർജൈസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്രോസസ്സാണ് കേട്ടോ. ഇൻഡിവിജ്വലി ഓരോരുത്തരുടെ എടുത്തിട്ടാണ് നമ്മൾ എനർജൈസ് ചെയ്യുന്നത്, റേക്കി എനർജൈസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാലും ഈ ഒരു സ്ലിപ്പില്ലേ അടുത്ത 7 ദിവസം ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. ആ റേക്കി ബോക്സിൽ വെച്ച് ലക്ക് അട്രാക്ഷനും മണി അട്രാക്ഷനും ഒക്കെ വേണ്ടിയിട്ടുള്ള റേക്കി സിമ്പിൾസ് വരച്ച് അവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാനായിട്ട് നമ്മൾ പ്രെയർ ചെയ്യും. ആ ഒരു ഭാഗമാണ് കേട്ടോ, അതാണ് കേട്ടോ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന വീഡിയോ. ചിലവർ അവരുടെ പേരായിരിക്കും പറയാം, ചിലവരൊക്കെ അവരുടെ സ്ഥാപനത്തിൻ്റെ പേര് പറയും, ചിലവർ ഫോട്ടോസൊക്കെ അയച്ചു തരും. ഫോട്ടോ അയച്ചു തന്നിട്ട് റേക്കി ചെയ്യുന്നവരുണ്ട്. മിക്കവരും അത് പുറത്തുള്ളവരാണ് കേട്ടോ. പുറത്തുള്ളവർക്ക് ബ്രേസ്ലെറ്റ് ഇപ്പോൾ നമ്മൾ അവിടെ അയച്ചു കൊടുത്തിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരുടെ ഫോട്ടോ അയച്ചു തന്നിട്ട് അതാണ് നമ്മളെ കൊണ്ട് റേക്കി എനർജൈസ് ചെയ്യിപ്പിക്കുന്നത്. റേക്കി എനർജൈസിങ് എന്ന് പറയുന്നത് ഒരു മതത്തെയും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതല്ല കേട്ടോ, ഇത് യൂണിവേഴ്സലിൻ്റെ പവറാണ്. ആ ഒരു സിമ്പിൾസാണ് നമ്മൾ ഇതിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ഈ ഒരു കോംബോ വാങ്ങിയ കസ്റ്റമർ ഉണ്ടല്ലോ, അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. അത് എന്താണെന്നുള്ളത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ ഈ ഒരു സ്ലിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ എനർജൈസ് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ റേക്കി എനർജൈസ് ചെയ്യുന്നത് കേട്ടോ. ആളുടെ പേരിൽ ആളുടെ മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. മകൾക്ക് എന്താണ് മകളുടെ പേരും ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു, മകൾക്ക് എന്താണ് ആവശ്യം വെച്ച് അത് പറഞ്ഞിട്ടാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം എനർജൈസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് നമ്മൾ സമയത്ത് ഇതിങ്ങനെ എടുത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് ഇത് കൊറിയർ ചെയ്യുന്ന സമയത്ത് ഈ സ്ലിപ്പ് ഉണ്ടല്ലോ നമ്മളിതെല്ലാം എടുത്ത് മാറ്റി വയ്ക്കും. നമ്മളൊരു 7 ദിവസം റേക്കി ബോക്സിൽ വെച്ചിട്ട് ഇവർക്ക് വേണ്ടി പ്രെയർ ചെയ്യും. ഇവരുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കാനായിട്ട് നമ്മൾ പ്രെയർ ചെയ്യും. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഇത് കണ്ടോ, അതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഫോട്ടോസ് നമുക്ക് ചിലർ അയച്ചു തരും, എന്നിട്ട് എനർജൈസ് ചെയ്യാൻ പറയും. അവരുടെ ആവശ്യം പറഞ്ഞിട്ട് എനർജൈസ് ചെയ്യാൻ പറയും. നമ്മൾ ബ്രേസ്ലെറ്റ് ഓരോ ആവശ്യം പറഞ്ഞ് എനർജൈസ് ചെയ്യുന്നില്ലേ, സെയിം പ്രോസസ്സ് തന്നെയാണ്. ഫോട്ടോ തന്നിട്ട് അത് എനർജൈസ് ചെയ്യാൻ പറയും. ഫോട്ടോ ഞാൻ ബ്ലേഡ് ആക്കിയിട്ടാണ് കേട്ടോ വെക്കുന്നത്. അവരുടെ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇപ്പോൾ ദൂരെ നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ബ്രേസ്ലെറ്റ് വാങ്ങി നിങ്ങൾക്ക് അവിടെ ഇപ്പോൾ എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിതുപോലെ ഫോട്ടോ അയച്ചു തന്ന് എനർജൈസ് ചെയ്യാം. അതിലും ചെയ്യാം. നിങ്ങൾക്ക് ഇനി അല്ലെങ്കിൽ ആവശ്യമുള്ളപ്പോൾ മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. എത്രയും പെട്ടെന്ന് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. നമ്മുടെ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. വളരെ ചീപ്പ് റേറ്റിനാണ് മണി മാഗ്നറ്റ് നമ്മളിപ്പോൾ ഗുരുമന്ത്രയിൽ സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാവൽ പ്രൊട്ടക്ഷൻ. നമ്മളിപ്പോൾ ഒരുപാട് പേര് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിപ്പായിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലി സംബന്ധമായി പല സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവേണ്ടി വരും. അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വരുമല്ലോ. അപ്പോഴൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണം. ട്രാവൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന പോലെ നമുക്കൊരു പ്രൊട്ടക്ഷൻ വേണമല്ലോ. അപ്പോൾ ഒരു പ്രൊട്ടക്ഷൻ ബ്രേസ്ലെറ്റ് നമ്മൾ ഇറക്കുന്നുണ്ട് കേട്ടോ. ട്രാവൽ പ്രൊട്ടക്ഷനാണ്. 3 ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ് ഈ ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോണിൽ നമ്മളത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വേണമെന്നുള്ളത്, അപ്പോൾ നമുക്ക് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ദൂരയാത്രകൾ ധാരാളമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ബ്രേസ്ലെറ്റാണ്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ.
അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വിഷു ഓഫർ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടവർ എത്രയും പെട്ടെന്ന് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അക്ഷയ തൃതീയ ദിനമൊക്കെ വരികയാണ്. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. അപ്പോൾ ഈ ഒരു അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണ്ണത്തോടൊപ്പം തന്നെ ഈ ഒരു പിരമിഡ് കൂടി വാങ്ങിച്ച് വെക്കുക. സ്വർണ്ണത്തിനൊക്കെ ഇപ്പോൾ എന്താ വില. അപ്പോൾ എല്ലാവർക്കും സ്വർണ്ണമൊക്കെ വാങ്ങിച്ച് വെക്കാൻ പറ്റില്ലായിരിക്കാം. പക്ഷേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമ്മുടെ വീട്ടിലുണ്ടാവാനായിട്ട് ഈ മഹാലക്ഷ്മി പിരമിഡ്, ഈ ലക്ഷ്മി പിരമിഡ് വാങ്ങിച്ച് വീട്ടിൽ വെക്കാം കേട്ടോ. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ഒരു വീഡിയോ. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും റേക്കി എനർജൈസ്ഡ് ആയിട്ടുള്ള 100% ഒറിജിനൽ സ്റ്റോൺ ഉപയോഗിച്ച് തയ്യാറാക്കിയ ബ്രേസ്ലെറ്റുകൾ. ഇത് നിങ്ങൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. ഇതിലെ ആദ്യത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. ഈ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് നമ്മൾ ഇതുവരെ ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ വിഷുക്കാലത്ത് നിങ്ങളുടെ ലൈഫ് കൂടുതൽ അടിപൊളിയാക്കാനായിട്ട്, ഇനി മുന്നോട്ട് നല്ലൊരു വർഷം നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട്, പൈസയൊക്കെ അട്രാക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്താനായിട്ട് മണി മാഗ്നറ്റ് ആണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മണി മാഗ്നറ്റ് എന്താണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒരുപാട് പേർക്ക് അറിയാം. ഗുരുമന്ത്രയിലെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന അല്ലെങ്കിൽ എപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും ഇൻകത്തിന്റെ ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാനും വെൽത്ത് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ സക്സസിനും ലക്ക് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ നിങ്ങൾ റേക്കി എനർജൈസ് ചെയ്തിട്ട് ധരിച്ചോളൂ. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കേട്ടോ ഇതെല്ലാം. മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സെലനൈറ്റ് പ്ലേറ്റ് നിങ്ങൾക്ക് ഞാൻ തരുകയാണ്. നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഈ സ്റ്റോൺസിനൊക്കെ ഏറ്റിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലേറ്റിൽ വെച്ച് ചാർജ് ചെയ്ത് ആ നെഗറ്റീവ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബ്രേസ്ലെറ്റ്, ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, നാച്ചുറൽ സ്റ്റോൺസ് ചാർജ് ചെയ്യാൻ ഒന്നും കൂടി ഒന്ന് പോസിറ്റീവ് എനർജി കൂട്ടി ചാർജ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്ലേറ്റ് യൂസ് ചെയ്യാം. ഈ പ്ലേറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഇത് നമ്മുടെ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പോസിറ്റീവ് എനർജി ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന നമ്മുടെ കരിങ്കാലി രുദ്രാക്ഷം സിൽവർ ക്യാപ്പിൽ ചെയ്ത മാല. പുരാതന കാലം മുതൽ പ്രാധാന്യമുള്ള കരിങ്കാലി മാല നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരും. ദൃഷ്ടിദോഷങ്ങളിൽ നിന്നുമല്ല നിങ്ങളെ രക്ഷിക്കാൻ ഈ ഒരു കരിങ്കാലിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കും. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഇതെല്ലാം തരുന്നത്. ഇത് 4 നിങ്ങൾക്ക് ഓഫറിൽ ഞാൻ തരാണ്. ദൃഷ്ടിദോഷങ്ങളോ അല്ലെങ്കിൽ കാര്യതടസ്സങ്ങളോ സമാധാനമില്ലായ്മ അങ്ങനെ പല പ്രശ്നങ്ങളും അലട്ടുന്ന ഒരുപാട് പേര് നമുക്കിടയിലുണ്ട്. അപ്പോൾ ഈ വിഷുക്കാലത്ത് നിങ്ങൾക്കായിട്ട് ഗുരുമന്ത്രം കൊണ്ടുവന്നിരിക്കുന്ന ഓഫറാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. കരിങ്കാലി ബ്രേസ്ലെറ്റിൻ്റെ കൂടെ കരിങ്കാലി മാല സിൽവർ ക്യാപ്പിലാണ്. രുദ്രാക്ഷം ഉണ്ട് കേട്ടോ, 5 മുഖ രുദ്രാക്ഷമാണ്. 5 മുഖ രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാലോ. പാപങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കും. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള പാപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോചിപ്പിക്കാനായിട്ടും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഈ രുദ്രാക്ഷം സഹായിക്കും. എല്ലാവർക്കും ധരിക്കാവുന്ന ഒരു രുദ്രാക്ഷമാണ് 5 മുഖ രുദ്രാക്ഷം. കരിങ്കാലിലും 5 മുഖ രുദ്രാക്ഷത്തിലും സിൽവർ കെട്ടിയുള്ള മാലയാണ് കേട്ടോ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരു സെലനൈറ്റ് പ്ലേറ്റും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തരാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുക. പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഇന്നു മുതൽ വിഷു വരെ നമുക്ക് ഈ ഒരു ഓഫർ ഉണ്ടാകും. അപ്പോൾ അടുത്ത ഓഫർ നോക്കിയാലോ. അടുത്ത ഓഫറിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് 7 ചക്രയാണ്. 7 ചക്ര ബ്രേസ്ലെറ്റ് ഞാൻ അനുമോൾക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുമോളും അത് അനുമോളുടെ ലൈഫിലുള്ള പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങിലും അനുമോൾ അത് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് അനുവിനോട് പറഞ്ഞതും ഇത് തന്നെയാണ്. റേക്കി എനർജൈസ് ചെയ്തിട്ടുള്ളതാണ്. അനുവിൻ്റെ നല്ല കാര്യങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറഞ്ഞു. അനു അത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കാറ് റിസീവ് ചെയ്യാൻ വേണ്ടി പോയ സമയത്തും അനുമോളുടെ കയ്യിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. വളരെ സന്തോഷം. അനുവിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മുന്നോട്ട് നല്ല നല്ല ഉയരങ്ങളിലേക്ക് ആളെത്തട്ടെ. ആ ഒരു ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ അനുമോൾ ഓർത്തുപോയി. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ ഒരു ബ്രേസ്ലെറ്റ് 7 ചക്ര ബ്രേസ്ലെറ്റ് ആണ്. നമ്മുടെ ശരീരത്തിലുള്ള 7 ചക്രങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യുന്നു, എനർജൈസ് ചെയ്യുന്നു. നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനും മാനസിക സംഘർഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് നമ്മളെ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ആക്കാനും നമ്മുടെ മുന്നോട്ടുള്ള തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മുന്നോട്ട് നയിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് 7 ചക്ര ബ്രേസ്ലെറ്റ്. ഇത് റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് ഗുരുമന്ത്രം നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. കൂടാതെ രണ്ടാമത്തെ ഓഫറിൽ രണ്ടാമത്തെ പ്രോഡക്ട്സിൽ നമ്മളിതാ
ഇതും കൂടി കൊണ്ടുവന്നിരിക്കുകയാണ് കരിങ്കാലി ബ്രേസ്ലെറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരിങ്കാലിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പുരാതന കാലം മുതൽ ഉപയോഗിച്ച് വരുന്ന ഒരു മരമാണ് കരിങ്കാലി. അപ്പോൾ അതിൻ്റെ ബ്രേസ്ലെറ്റുകൾ നമ്മൾ നിത്യവും ധരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി, ദൃഷ്ടിദോഷങ്ങൾ, നമുക്ക് ചുറ്റുള്ള കണ്ണ് എല്ലാം മാറാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ ഈ ഒരു വുഡ്, ഈ മരം നമ്മൾ ഒരുപാട് സഹായിക്കും. അതിൻ്റെ ബ്രേസ്ലെറ്റ് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഈ മാല, കരിങ്കാലി രുദ്രാക്ഷം സിൽവർ കെട്ടിയ മാല. ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു മാലയാട്ടോ. ഈ മാല നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ സെലനൈറ്റ് പ്ലേറ്റ്. നമുക്കിതൊക്കെ പുറത്തോട്ടൊക്കെ പോയി നെഗറ്റീവ്സൊക്കെ നമ്മൾ ഏറ്റിട്ടുണ്ടെങ്കിൽ ഏറ്റവും നമുക്ക് തോന്നുവാണെങ്കിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഏക്കില്ല, കാരണം നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണല്ലോ, ഈ സ്റ്റോണിനെ ഏക്കത്തുള്ളൂ. ഈ സ്റ്റോൺ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് ചാർജ് ചെയ്യാൻ വെക്കാം. ഇതിലേറ്റിട്ടുള്ള എല്ലാ നെഗറ്റീവ്സും പോയി ഈ ഒരു ബ്രേസ്ലെറ്റ് ചാർജ് ആകാൻ ഇത് മാത്രം മതി. പിന്നെ നമ്മുടെ റൂമിലൊക്കെ വെക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഭയങ്കര കാം മൈൻഡോട് കൂടി നമുക്ക് കിടന്നുറങ്ങാൻ പറ്റും. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്ലേറ്റ് ആണ് കേട്ടോ, സെലനൈറ്റ് പ്ലേറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മുടെ ഗുരുമന്ത്രയിൽ നിന്ന് ഒരുപാട് പേര് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ട്. പിന്നെ റീചാർജ് ചെയ്യാൻ, ചാർജ് കൂട്ടാൻ അല്ലെങ്കിൽ വീണ്ടും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇത് നമ്മളിപ്പോൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതൊക്കെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഇത് 4 എണ്ണമാണ് ഒരു കോമ്പോയിൽ വന്നിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഓഫറാണ് മണി മാഗ്നറ്റ്. വെൽത്ത് അട്രാക്ട് ചെയ്യാനും സക്സസ് അട്രാക്ട് ചെയ്യാനും ബിസിനസ് ഗ്രോത്തിനും കരിയർ ഗ്രോത്തിനും നമുക്ക് ഒരുപാട് ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടാനൊക്കെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന, മണി അട്രാക്ട് ചെയ്യുന്ന മണി ബ്രേസ്ലെറ്റ് അല്ലെങ്കിൽ മണി മാഗ്നറ്റ് ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറയാം. ഇത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ചാർജ് ചെയ്യാനുള്ള സെലനൈറ്റ് പ്ലേറ്റും ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കരിങ്കാലി ബ്രേസ്ലെറ്റ്, പിന്നെ കരിങ്കാലിയുടെ ജപമാലയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് ജപമാല. 108 ബീഡാണ്. നമുക്കിത് കഴുത്തിലിടാനും പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു ജപമാല, കരിങ്കാലി ജപമാല. ഒരുപാട് പേര് ചോദിക്കുന്നതാണിത്. ഇതൊക്കെ വളരെ ചീപ്പ് റേറ്റിനാണ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് 4 പ്രോഡക്റ്റൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വളരെ നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഇപ്പം തന്നെ വാട്സപ്പ് ചെയ്തോളൂ, വേഗം ബുക്ക് ചെയ്യുക. പിന്നെ അടുത്തത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓറ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ്. നമ്മളുണ്ടല്ലോ, നമുക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അത് മുന്നോട്ട് ചെയ്യും, അത് നമ്മൾ നടത്തിയെടുക്കും എന്ന് നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഒന്നുമല്ല. നമ്മൾ തന്നെയാണ് ഒന്ന് ഡൗൺ ആയി താഴേക്ക് പോകുന്നത്. പക്ഷെ നമ്മളതൊന്നും വേണ്ട. നമ്മൾ സ്ട്രോങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകണമെങ്കിലുണ്ടല്ലോ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ധൈര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് നമ്മുടെ ഓറ നല്ല കറക്റ്റായിട്ടിരിക്കണം. നമ്മുടെ ഓറ നമുക്ക് വല്ല ദൃഷ്ടിദോഷങ്ങളോ കണ്ണേറോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓറ സ്ട്രോങ് ആയിരിക്കില്ല. അതിങ്ങനെ ഷഫിൾ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ അതിങ്ങനെ ബ്ലേഡ് ആയിട്ടിരിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരു കാര്യം നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, ഓറോ ഹെമിറ്റേറ്റഡ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. ഇത് നമ്മൾ ധരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓറ നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ പറ്റും. നമ്മുടെ ഓറ സ്ട്രോങ് ആണെങ്കിൽ തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും തടസ്സങ്ങളൊക്കെ മാറാനൊക്കെ ഒരുപാട് ഉപകരിക്കുന്ന ഈ ഒരു ബ്രേസ്ലെറ്റ് ആണ്. റേക്കി എനർജൈസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ബ്രേസ്ലെറ്റ് ഞാൻ നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കരിങ്കാലി ഇല്ലാത്തൊരു പരിപാടിയില്ല. കാരണം കരിങ്കാലിക്ക് അത്രമാത്രം എനർജിയാണുള്ളത്, പോസിറ്റിവിറ്റിയാണുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർക്ക് ഗുരുമന്ത്രം ഇത് കൊടുക്കണ്ടേ, ഉറപ്പായിട്ടും ഇത് കൊടുക്കണ്ടല്ലേ. അതുകൊണ്ട് ഇത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. പിന്നെ ഇതൊക്കെ ചാർജ് ചെയ്യാനായിട്ട് ഇത് സെലനൈറ്റിൻ്റെ ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ, വൈറ്റ് കളറ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ബ്രേസ്ലെറ്റ് ഒക്കെ നമ്മൾ ധരിക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഈ ഒരു സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നത് നല്ലതായിരിക്കും. നമ്മളെ ഒന്ന് എനർജറ്റിക് ആക്കാനോ നമ്മളിൽ ഒരു നെഗറ്റീവ്സും ഏക്കാതിരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സ്റ്റോൺസിനും എപ്പോഴും ഒരു ഹെൽത്തി ആക്കി വെക്കാൻ, ചാർജ് കൂട്ടിക്കൊണ്ടിരിക്കാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. അത് നമ്മൾ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ഓഫർ ധൻയോഗ് കോണാട്ടോ. നിങ്ങൾക്കിത് ധരിക്കാനായിട്ട്, നമുക്ക് ഈ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടല്ലോ ധരിക്കാനായിട്ട് ചിലർക്കൊക്കെ ഒരു മടി ഉണ്ടാവും. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് നിങ്ങളുടെ പേരിൽ എനർജൈസ് ചെയ്ത് തരാം. നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി. വീട്ടിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവർക്കും അത് ഉപകാരമാണ്. എല്ലാവരുടെ പേരിൽ നമുക്കിത് എനർജൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു പോസിറ്റിവിറ്റി കിട്ടും. നിങ്ങൾ പലതരത്തിലുള്ള വർക്ക് ചെയ്യുന്നവരായിരിക്കും, പഠിക്കുന്നവരായിരിക്കും, വീട്ടിലിരിക്കുന്നവരായിരിക്കാം, ഹൗസ് വൈഫൊക്കെ ഉണ്ടാവുമല്ലോ, വീട്ടിലിരിക്കുന്നവരൊക്കെ ആയിരിക്കാം. എങ്കിലും നിങ്ങൾക്കൊക്കെ ഒരു എനർജി ആയിട്ടിരിക്കാം. ഒരുപാട് വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു വരാനും നിങ്ങളുടെ ജോലി
ഫാമിലിയിൽ വരുമാന മാർഗം കൂട്ടാനും മണി ബ്ലോക്കേജ് ഒക്കെ മാറ്റി നെഗറ്റീവ്സ് എല്ലാം മാറ്റി പോസിറ്റീവ് എനർജി കൊണ്ടുവന്നത് നമ്മുടെ മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങളൊക്കെ പൈസ വരാനുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നമ്മളെ മൊത്തത്തിൽ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഈ കോണ് സഹായിക്കും. അതിന് വേണ്ടിയുള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു കോണിലുള്ളത്. കൺദൃഷ്ടിയൊക്കെ മാറ്റി വീട്ടിലുള്ള അറ്റ്മോസ്ഫിയറൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോൺ വാങ്ങി വീട്ടിൽ വെക്കുക. ഇത് എനർജൈസ് ചെയ്തിട്ട് നിങ്ങളുടെ പേരോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പേര് പറഞ്ഞ് എനർജൈസ് ചെയ്തിട്ടാണ് നമ്മളിത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നത്. വളരെ നിസ്സാര പ്രൈസിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിഷുക്കാലത്ത് നിങ്ങൾക്കായി കൊടുക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു വിഷുക്കാലത്ത് ഓഫറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വിഷുക്കാലത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നൽകാൻ മറക്കരുത്. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ ഒരു വർഷം നിങ്ങളെ തേടിയെത്തട്ടെ. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു പേജിൽ DM ചെയ്താലും മതി. 5 ഓഫറുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിപൊളി ഓഫറാണ്. വളരെ നിസ്സാര പ്രൈസിനാണ് നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത്. പടക്കം പൊട്ടിക്കലും കമ്പത്തിരി കൊളുത്തിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഇതുപോലുള്ള നല്ല നല്ല സമ്മാനങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവട്ടെ. നമ്മൾ സ്നേഹിക്കുന്നവർക്കൊക്കെ നല്ലത് വരാനാണ് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്കായിട്ട് ഈ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുക. ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് അവരുടെ ലൈഫിൽ ഭാഗ്യവും സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞൊരു വർഷമായിരിക്കട്ടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്. ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഇപ്പോൾ തന്നെ മെസ്സേജ് ചെയ്യുക, വാട്സപ്പ് ചെയ്യുക, ഓർഡർ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ പേജിൽ DM ചെയ്താലും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാത്തവരെയൊക്കെ എല്ലാവർക്കും